അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കെ എസ് മെന്റർ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ വർഷത്തെ 2025 ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫേസ് കഴിഞ്ഞു, അടുത്ത ഫേസ് ഇതേ ഉടനെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഡിഗ്രി പ്രിലിംസ് അതായത് 28 ജൂൺ കഴിയുന്നതോടുകൂടി ഈ വർഷത്തെ ഡിഗ്രി ലെവൽ എക്സാമിന്റെ എല്ലാ പരിപാടികളും അവസാനിക്കുകയാണ് അല്ലേ. അതായത് ഇനി അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷം അവസാനം എന്ത് ചെയ്യണം, പുതിയ നോട്ടിഫിക്കേഷൻസ് വരണം. അപ്പോൾ കുറേ പേര് ഈ വർഷം PSC പഠിക്കാനായിട്ട് തുടങ്ങിയ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് ഫേസിൽ ഇച്ചിരി പാടായിട്ട് മാർക്ക് കുറഞ്ഞ ആൾക്കാരുണ്ടാവും. സെക്കൻഡ് ഫേസിൽ അതുപോലെ തന്നെ വരാനുള്ള ചാൻസുകളുണ്ട്. സോ അപ്പോൾ അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടും പാസ്സാവാൻ പറ്റാത്ത ആൾക്കാരും ഒക്കെയുണ്ട്. അപ്പോൾ അവരാരും എന്ത് ചെയ്യണ്ട, വിഷമിക്കേണ്ട. നമ്മുടെ 2026 എന്ന് പറയുന്ന അവസരങ്ങളുടെ ഒരു വർഷമാണ്. ഏറ്റവും കൂടുതൽ വിളിക്കുന്ന, അതായത് ഒത്തിരി വേക്കൻസി വരുന്ന പോസ്റ്റുകൾ നമുക്ക് 2026 PSCയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വേക്കൻസികൾ, അതായത് ആ നോട്ടിഫിക്കേഷൻ, ഇനി വരാൻ ചാൻസ് ഉള്ള നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയേ, ആദ്യം തന്നെ നമുക്ക് വരുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതായത് ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് കേട്ടോ. അത് KSFE KSEBയിലേക്ക് വിളിക്കുന്നതാണ്. അതായത് നമുക്ക് കമ്പനി ബോർഡ് രണ്ടായിട്ടാണ് വിളിക്കുന്നത്, രണ്ട് സെറ്റ്. അതായത് ഒരെണ്ണം ലാഭത്തിൽ ഓടുന്നത്, പിന്നെ നഷ്ടത്തിൽ ഓടുന്നതെന്നല്ല, വെൽഫെയർ ബോർഡുകളുടെ ഒക്കെയാണ് അടുത്ത സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ KSFE KSEBയിലേക്ക് വിളിക്കുന്നതാണ് കമ്പനി ബോർഡ്. നോക്കിക്കേടാ, 3763 പേരുടെ ലിസ്റ്റാണ് ഇപ്പം നിലവിലുള്ളത്. ആ ലിസ്റ്റ് നിലവിലുള്ള അതായത് കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ ഉള്ള ലിസ്റ്റിൽ നിന്ന് 4500 പേരുടെ ലിസ്റ്റ് ഇട്ടിട്ട് 3700 പേരെ പോയതുകൊണ്ടാണ് പുതിയതായിട്ട് 3700 പേരുടെ ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസുകൾ ഒന്ന് നോക്കിയേ. 1392 പേര് ഇപ്പൊ തന്നെ, അതായത് 2024 മാർച്ച് മാസത്തിൽ വന്ന ലിസ്റ്റാ. അപ്പൊ ആ ലിസ്റ്റിൽ നിന്ന് തന്നെ 1392. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ വർഷം ഒരു വർഷവും കുറച്ച് മാസങ്ങളും ആയുള്ളൂ. അപ്പൊ തന്നെ 1400 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. നോക്കിയേ, അതിനകത്ത് OC തന്നെ 1134 വരെ പോയിട്ടുണ്ട്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഒരു 2500 വരെ, അല്ലെങ്കിൽ 2500 പ്ലസ് വേക്കൻസി പോവും. അതായത് നമുക്കിത് 2027 ലിസ്റ്റ് വരേണ്ടത്. അപ്പോൾ അടുത്ത വർഷം പ്രിലിംസ്, അതിന്റെ മെയിൻസ് കഴിഞ്ഞ് 2027 മാർച്ചിലേക്കാണ് ലിസ്റ്റ് വരേണ്ടത്. അപ്പോൾ നോക്കിയേ, 2500 പരം വേക്കൻസികൾ അവിടെ ഓൾറെഡി വരും. അത്രയും തന്നെ വേക്കൻസികൾ എന്ത് ചെയ്യും, നമുക്ക് അടുത്ത സെറ്റിലേക്കും കിട്ടും. അപ്പൊ അടുത്ത കമ്പനി ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ വെൽഫെയർ ബോർഡ് KSRTCയിലേക്കൊക്കെയാണ്. അത് 2021 വിളിച്ചതാണ്. നോക്കി, അത് 1734 പേരുടെ ലിസ്റ്റാണ്. അപ്പൊ ഇതെല്ലാം വലിയ വലിയ ലിസ്റ്റുകളാണ് അല്ലെ. മറ്റേത് 3700 ആയിരുന്നു, ഇവിടെ 1700 ആയിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു അഡ്വൈസ് സ്റ്റാറ്റസ് നമ്മൾ നോക്കിക്കേ, 721 അല്ലെ. ഇതും 2024 ജനുവരി മാസത്തിൽ വന്നതാ. അപ്പൊ ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു വർഷം 5 മാസം ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു വർഷം 1.5 വർഷം പോലും ആയില്ല, അപ്പോഴത്തേക്കും 721 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അവിടെയും 726 OC വരെ പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതും അതായത് 27 ഇതിന്റെ ലിസ്റ്റ് വരേണ്ടത്. അത് ജനുവരി 1 തന്നെ നമുക്ക് വരണം. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഇതിൽ കൂടുതൽ വേക്കൻസികൾ അപ്പോൾ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ് അല്ലേ. ഇതും ഉറപ്പായിട്ടും ഒരു 1000-1500 വേക്കൻസിയിലേക്ക് പോകും. അപ്പോൾ 2027 ഇത്രയും തന്നെ വേക്കൻസികൾ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അടുത്ത് നോക്കിയേ, യൂണിഫോം പോസ്റ്റ് ഒക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചൊരു ഒരു സുവർണ അവസരമാണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അത് 2019 വിളിച്ചേ. 19 ശേഷം ഇപ്പൊ 5-6 വർഷമായി. ഇപ്പൊ ഈ 2025 6 വർഷമായി. അത് 141 പേരുടെ ലിസ്റ്റ് ആയിരുന്നു വിട്ടിരുന്നത്. അപ്പൊ അതിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കിയേടാ. 141 പേരുടെ ലിസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടത്തെ 158 അഡ്വൈസ് പോയി. അതായത് എടുത്ത റാങ്ക് ലിസ്റ്റിലുള്ള ഒരുവിധപ്പെട്ട എല്ലാവരെയും എടുത്തു. അതുകൊണ്ട് OC 137 വരെ പോയി. അതായത് 141 പേരിൽ 158 പേരുടെ അഡ്വൈസ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലിമെന്ററി ഈഴവ സപ്ലിമെന്ററിന്ന് പോയി, SC/ST സപ്ലിമെന്ററി, മുസ്ലിം എല്ലാം സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് വരെ പോയിട്ടുള്ള ലിസ്റ്റാണ് എക്സൈസ് ഇൻസ്പെക്ടർ. അപ്പൊ അതും നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ മുഴുവൻ പേരെയും എടുക്കാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റാണ് എക്സൈസ് ഇൻസ്പെക്ടർ. അപ്പൊ യൂണിഫോം ആയിട്ട് നോക്കുന്ന ആൾക്കാർക്കും അതൊരു സുവർണ അവസരമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, അത് എക്സ്പെക്ട് ചെയ്തിരിക്കുക. അതിന് ലാസ്റ്റ് അഡ്വൈസ് പോയത് ഈ വർഷം ആദ്യമാണ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലേ. ഇപ്പൊ ഈ സെക്രട്ടേറിയറ്റും കമ്പനി ബോർഡും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എടുക്കുന്നതാണ് യൂണിവേഴ്സിറ്റി. ഇപ്പൊ സെക്രട്ടേറിയറ്റിലൊക്കെ ജോലി കിട്ടുമ്പോൾ കൂടുതലും നമുക്ക് സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തായിരിക്കും കൂടുതൽ ജോലി. പക്ഷേ യൂണിവേഴ്സിറ്റി ഒക്കെ ആകുമ്പോൾ പലയിടത്തുണ്ടല്ലേ, ട്രിവാൻഡ്രത്തുണ്ട്, ഇപ്പൊ എറണാകുളത്തൊക്കെ നമുക്ക് പല പല യൂണിവേഴ്സിറ്റിയിലുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ജോലി ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. നോക്കിക്കേ, ഇത് 2022 വിളിച്ച് 770 പേരുടെ ലിസ്റ്റ് ആയിരുന്നല്ലേ വന്നത്. 770 പേരുടെ ലിസ്റ്റിനകത്ത് ഇപ്പോഴത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിയേ, 230 പേര് മിച്ചം ഇപ്പൊ തന്നെ എടുത്തു. അതും 2024 മാർച്ച് മാസത്തിൽ വന്ന, അതായത് ഒരു വർഷം കുറച്ച് മാസങ്ങളും കൂടി ആയിട്ടുള്ളൂ. അപ്പൊ തന്നെ 230ഓളം വേക്കൻസികൾ പോയി. അവിടെ നോക്കിയേ, OC പോയേക്കുന്ന 154 വേക്കൻസി പോയിട്ടുണ്ട്. അപ്പോൾ ഇതും 2027 മാർച്ച് മാസത്തിൽ വരേണ്ട ലിസ്റ്റാണ്. ഇതിൽ കൂടുതൽ, അതായത് 700-ൽ ഒരു 600 അടുപ്പിച്ച് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, വേക്കൻസികൾ വരും അല്ലേ. അപ്പൊ അത്രയും തന്നെ നമുക്കും അടുത്ത ലിസ്റ്റിലേക്കും
ഫോർവേഡ് ചെയ്യും. ഇപ്പൊ PSC അങ്ങനെയല്ലേ, ലാസ്റ്റ് കഴിഞ്ഞ ലിസ്റ്റിൽ ഏതുവരെ പോയിട്ടുണ്ടോ അത്രയും തന്നെ എന്താ റാങ്ക് ലിസ്റ്റ് ആണ് പിന്നെ വരുന്നതിന് ഇടുന്നത്. അപ്പോൾ ഇതും ഒരു അടിപൊളി പോസ്റ്റാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എല്ലാവരും നോക്കിയിരിക്കുന്ന അടുത്തൊരു പോസ്റ്റാണ് അസിസ്റ്റന്റ് ജയിലർ അല്ലേ. ഇതും നോക്കിക്കേ 2019 വിളിച്ചതാണ്. ഇത് 219 പേരുടെ ഒരു ലിസ്റ്റ് ആയിരുന്നു. അത് നല്ലൊരു പോസ്റ്റാണ്. പക്ഷെ അതിന്റെ അഡ്വൈസ് റേറ്റിൽ നോക്കുമ്പോൾ നമുക്ക് ആകെ 30 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് സാധാരണ യൂണിഫോം പോസ്റ്റുകളെല്ലാം 1 വർഷം അല്ലേ. ഇതിന്റെ പക്ഷേ 3 വർഷമാണ്. അതായത് യൂഷ്വലി APO അല്ലെങ്കിൽ ഈ ജയിലറിന്റെ ഒക്കെ 3 വർഷത്തേക്കാണ്. അപ്പൊ ഇത് ഇനി വാലിഡിറ്റി ഉണ്ട്. പക്ഷേ ഇത് നോക്കിയേ 2023 വന്ന, അപ്പൊ ഇത് 26 ഈ ലിസ്റ്റ് തീരും. അപ്പം അതായത് 26 ഡിസംബറിലേക്കാണ് അടുത്ത ലിസ്റ്റ് വരേണ്ടത്. അതായത് ബാക്കിയുള്ളതൊക്കെ 27 ഇത് അതിന് മുന്നേ വരേണ്ടതാണ്. അപ്പോൾ ജയിലറുടെ എക്സാം അത്ര നേരത്തെ ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള പ്രിലിംസും മെയിൻസും ഒക്കെ നേരത്തെ വരാനുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ് കേട്ടോ. ഇവിടെ പക്ഷേ OC 25 വരെ പോയിട്ടുണ്ട്, 32 വരെയാണ് പോയിരിക്കുന്നത്. സോ ഇതും യൂണിഫോം നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു പോസ്റ്റാണ്. ഇനി അടുത്ത് നോക്കിയേ, ഇനി കുറച്ചും കൂടി നല്ല പോസ്റ്റുകളാണ്, പക്ഷെ കുറച്ച് പേരെ എടുത്തിട്ടുള്ള പോസ്റ്റുകളാണ്. അതായത് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് അല്ലേ. ഇത് ആകെ 48 പേരുടെ ഒരു ലിസ്റ്റ് ആയിട്ട് 2020 വിളിച്ച ലിസ്റ്റാണ്. പക്ഷെ ഇതിനകത്ത് നിന്ന് ആകെ നമുക്ക് നോക്കിക്കേ 48 പേരിലോ പകുതി അടുപ്പിച്ച ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലും എടുത്തിട്ടുണ്ട് അല്ലേ. 23 പേരുടെ അഡ്വൈസ് പോയിട്ടുണ്ട്. പക്ഷെ നോക്കിയേ OC എത്ര 2ഉം EWS 4ഉം ഈഴവ 7ഉം ഒക്കെയാണ് പോയേക്കുന്നത്. പക്ഷെ ആ 48 നിന്ന് 23 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു നമ്പറാണ് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം സെക്രട്ടേറിയറ്റിന്റെ ഒക്കെ കൂടെ നടന്ന എക്സാം ആയിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ഇതും എന്ത് ചെയ്യും, വിളിക്കുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, അസിസ്റ്റന്റ് കാറ്റ് അല്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് നടക്കുന്ന അസിസ്റ്റന്റിന്റെ പോസ്റ്റ് അല്ലേ. നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് ട്രിവാൻഡ്രത്തും എറണാകുളത്തും 2 ബ്രാഞ്ചുകളുണ്ട്. അപ്പം ഇത് പക്ഷേ ഒരു 970 പേരുടെ ഒരു വലിയ ജംബോ ലിസ്റ്റ് ആയിട്ടിരുന്നത്. നോക്കിക്കേ, ഇതും 2020 വിളിച്ചതാണ്. പക്ഷേ ഇതിന്റെ അഡ്വൈസ് റേറ്റിൽ നോക്കുമ്പോൾ ഈ 970 പേര് ആകെ 36 വരെ വിളിച്ചിട്ടുള്ള അല്ലേ. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനൊരു 50 മാർക്ക് കഴിഞ്ഞ പ്രാവശ്യം നടന്നപ്പം സ്പെഷ്യൽ ടോപ്പിക് ആയിരുന്നു. അതുകൊണ്ടാണ് ഇതിന് 35 ഒക്കെ ആയിരുന്നു കട്ട് ഓഫ് വന്നത്. അതുകൊണ്ടാണ് കുറച്ച് പേര്, പിന്നെ വേക്കൻസി ആകെ 2 ബ്രാഞ്ച് അല്ലേ ഉള്ളൂ നമുക്ക്, തിരുവനന്തപുരത്തും പിന്നെ എറണാകുളത്തും ഉള്ളതുകൊണ്ട് കുറച്ച് വേക്കൻസികളെ വരുന്നുള്ളൂ. അപ്പൊ ആകെ അവിടെ 33 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. OC 19ഉം ഇഴവ 24ഉം SC/ST ഒക്കെ കണ്ടോ 718ഉം ഒക്കെ പോയിട്ടുണ്ട്. മുസ്ലിം 94 അടുപ്പിച്ച് പോയിട്ടുണ്ട്. സോ ഇതും 10-40ഓളം വേക്കൻസി വരുന്ന ഒരു പോസ്റ്റാണ്. ഇനി ഇതും 26ലേക്ക് വരേണ്ട, 26 8ാം മാസത്തിൽ വരേണ്ട ലിസ്റ്റാണ്. ഇനി അടുത്ത നോക്കുന്നത് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ അല്ലേ. ഇത് ആ സമയത്ത് വിളിച്ചപ്പോൾ ഒരു ഭയങ്കര ഒരു നല്ല പോസ്റ്റ് ആയിട്ട് പറയും, പക്ഷെ വളരെ കുറച്ച് വേക്കൻസികൾ ഇതിനുള്ളൂ. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇതിനാകെ 30 പേരുടെ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മെയിൻ ലിസ്റ്റിൽ ആകെ 30 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് 22 വിളിച്ചതാണ്. ഇതിന്റെ അഡ്വൈസ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ ആകെ നോക്കിയടാ ഒരു വേക്കൻസി പോയിട്ടുള്ളൂ. പക്ഷെ ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ്, അതുകൊണ്ടാണ് 30 പേരുടെ ലിസ്റ്റിൽ നിന്ന് ആകെ പക്ഷേ ഒരാളെ എടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പൊ നോക്കിയേ, ഒരു 6-7 നോട്ടിഫിക്കേഷൻസ് നമ്മളിപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്നെങ്കിൽ 2025 അവസാനം വിളിച്ചിട്ട് 26 പ്രിലിംസ് നടത്തി മെയിൻസ് നടത്തി ലിസ്റ്റ് 27ലേക്ക് വരേണ്ടതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഉറപ്പായിട്ടും വരുമെന്ന് നമുക്കറിയാം. അപ്പൊ നിങ്ങൾ ഓർക്കുക 2026 അത്രയും നോട്ടിഫിക്കേഷൻസ് വരുന്ന ഓൾമോസ്റ്റ് നോക്കിക്കോ ഒരു 2600. ഇപ്പൊ അഡ്വൈസ് സ്റ്റാറ്റസുകൾ മാത്രം നമ്മളിപ്പോ പറഞ്ഞില്ലേ, ആ അഡ്വൈസുകൾ മാത്രം ഏകദേശം 2600 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ നിലവിൽ വരാൻ പോകുന്ന ലിസ്റ്റുകളും അതിൽ കൂടുതൽ വേക്കൻസികൾ വരുന്നതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. 2026ലേക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ പഠിക്കാനായിട്ട് തുടങ്ങാം. 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രിപ്പറേഷൻ നമുക്ക് ഉറപ്പായിട്ടും പ്രിലിംസും മെയിൻസും ക്വാളിഫൈ ചെയ്യാനായിട്ട് അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ ഈ ലിസ്റ്റിന്റെ നമ്പേഴ്സ് ഒക്കെ കുറഞ്ഞു വരുവാണ്. അതായത് PSC ഇപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടല്ലേ, എത്ര പേരെയാണോ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എടുത്ത അത്രയും പേർക്ക് മാത്രമായിട്ടാണ് പുതിയ ലിസ്റ്റ് ഇടുന്നത്. അപ്പൊ അവര് നമ്പർ കുറയ്ക്കാനൊക്കെ നോക്കും. പക്ഷെ എന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് പഠിക്കണം. ആ കോമ്പറ്റീഷൻ അത്രയും കൂടുതലാണ്. നിങ്ങൾ ഇപ്പൊ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും എന്ത് ചെയ്യും, മുന്നിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 2026 എല്ലാവർക്കും എന്ത് ചെയ്യണം, ജോലി കിട്ടണം അല്ലേ. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, ഉടനെ തുടങ്ങിയ ആൾക്കാരുണ്ടാവും. അപ്പൊ എല്ലാവരെയും സംബന്ധിച്ച് 2026 എന്ന് പറയുന്നത് ഒരു അവസരങ്ങളുടെ വർഷമാണ്. അപ്പോൾ ആ അവസരങ്ങളുടെ വർഷങ്ങൾ നമുക്ക് മുതലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഗൈഡൻസ് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഗൈഡൻസിനായിട്ട് KS മെന്റർ നിങ്ങളോട് കൂടെ ഉണ്ട്. നമ്മൾ ജൂലൈ 2 അല്ലേ
നമ്മൾ ഒരു ലോങ് ടേം ഒരു എന്താ പറയാ ഒരു 1 ഇയർ നിൽക്കുന്ന ഒരു ലോങ് ടേം പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതായത് 2026 പ്രിലിംസിലേക്ക് വേണ്ടി നമ്മൾ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ് അല്ലേ. നമ്മുടെ വർക്ക് തുടങ്ങുവാണ്. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ സിലബസും നല്ല രീതിയിൽ കവർ ചെയ്ത് നമ്മുടെ ഒരു മെന്റർഷിപ്പ് ഗൈഡൻസോട് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോങ് ടേം പ്രിലിംസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ജൂലൈ 2 തീയതി 2025 തന്നെ തുടങ്ങുവാണ് 26ലേക്ക്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമുക്കൊരു ഗൈഡൻസ് വളരെ വളരെ അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ ഈ സുവർണ്ണ അവസരം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, ബാക്കി കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പഠിച്ച് അടുത്ത വർഷം ഉറപ്പായിട്ടും ഒരു ജോലിയിൽ എത്തിപ്പെടാനായിട്ട് ശ്രമിക്കാം. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.